ഹലോ ഗൈസ്, ഞങ്ങളുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാരാ? ഓക്കെ ഗൈസ്, ഈ വീഡിയോന്റെ ഇൻട്രോ പറയണത് ഞാനാണ്. ദിസ് ഈസ് മൈ വൈഫ് ഷഹസാദി. സേ ഹായ്. ഓക്കെ, സോ ഇത് പിന്നെ ഞങ്ങള് കോഴിക്കോടിലേക്കുള്ള യാത്രയാണ്. വന്നിട്ട് കോഴിക്കോട് ഇത്തവണ കോഴിക്കോട് കാണിച്ചിട്ടില്ല എന്നുള്ളൊരു പരാതി. അപ്പൊ കോഴിക്കോടൊന്ന് പോയിട്ട് വരാം. വിത്ത് ന്യൂലി മാരീഡ് കപ്പിൾസ് ആൻഡ് ഷഹസാദി. വെൽക്കം ടു അജ്മൽ സൽമാൻ ഫസ്നാസ് വ്ളോഗ്. നിങ്ങളല്ലേ പറയേണ്ടത്, ഞാനാണ്. ഇതിന്റെ ബാറ്ററി എവിടെ സുബിയ? എന്താണ് കണ്ടിട്ടില്ല? എന്നാ പിന്നെ ഒരു ദിവസം കാണാം. അല്ല പറഞ്ഞോളൂ. പറഞ്ഞോളൂ. അത് എന്റെ കണ്ണാത് വെച്ചാല് അതൊക്കെ സംസാരം മാറും. നല്ല സംസാരം. ചെറുതല്ല, വലുതെന്തോ ആണ്. എന്റെ കമ്പനിക്കാരല്ലേ? ഓക്കെ ഗായ്സ്, അപ്പോ ഒരു സങ്കടകരമായ ഒരു കാര്യം ബോധിപ്പിക്കാനുണ്ട്. അജു നാളെ നമ്മളിൽ നിന്നും വിട വാങ്ങി മണലാരുണ്യത്തിലേക്ക് പോവുകയാണ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു പാട്ട് ഷഹസാദി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഷഹസാദി പ്ലീസ്. ഓക്കെ, രണ്ട് ബിസിനസ് ഡേയ്സിനുള്ളിൽ സാധനം പാടുന്നതായിരിക്കും. സുബിയ, അവിടെ ഈ സ്ഥലത്തിന്റെ പേര് കാവിലക്കാട്. ആ പേര് എങ്ങനെയായിരിക്കും വന്നിട്ടുണ്ടാവുക? ഞാൻ സുബിക്കൊക്കെ വിട്ടെടുത്തിക്കണേ. ആദ്യം സുബിക്കൊക്കെ പറഞ്ഞോട്ടെ. ഈ ഏരിയ എന്ന് പറഞ്ഞാൽ ആദ്യം ഇവിടെ റോഡൊന്നും ഇല്ലാത്തൊരു ഏരിയ. പണ്ട് കാലത്ത് ഇവിടെ കാടുകളായിരുന്നു മൊത്തം. അന്നത്തെ ആളുകള് പോയിന്ന് ഇപ്പൊ അമ്പലം കാവൊക്കെ ഇല്ലേ, ആ കാവ് ഇവിടെ ആകെ ഒരു കാവേ ഉള്ളേന്നു. കാവിലെ കാട് എന്നുള്ളത് സംഭവം കാട്ടിലെ കാവ് എന്നായിരുന്നു ആവേണ്ടിയിരുന്നത്. അതാരോ തെറ്റിയിട്ട് പറഞ്ഞു പോയത് കാവിലെ കാട് എന്നായിപ്പോയി. അങ്ങനെയാണ് പേര് വന്നത്. അങ്ങനല്ല പാട്ട് അല്ല. അടുത്തത് ആശുപത്രി പടി അല്ലേ? പക്ഷെ അതിന്റെ പേര് കിട്ടണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ടഫ് ആയിരിക്കുമല്ലോ. ആ പേരെങ്ങനെ വന്നെന്നുള്ളല്ലേ? അത്രയും ടഫായിട്ടുള്ളൊരു വേർഡ് അവര് കണ്ടുപിടിച്ച്, ലൈക്ക് അവര് ആ ഒരു സ്ഥലത്തിന് വേണ്ടി മാത്രമായിട്ട് ഉണ്ടാക്കിയൊരു വേർഡ് ആശുപത്രി. അതായത് ആ സ്ഥലത്തിന് ആ പേര് കിട്ടാനായിട്ട് അവിടെ ഒരു ആശുപത്രി ഉണ്ടാക്കില്ലേ? ഗൈസ്, ഒരു വണ്ടി നിറയെ പൊട്ടന്മാരായിട്ടാണ് പോണത്. സുബിയ, ഇടക്ക് സൈഡൊക്കെ നോക്കിയാട്ടാ, അല്ല പിള്ളേരുണ്ട്. ഞങ്ങളേ മറ്റേ എന്റെ കല്യാണമൊക്കെ കഴിയണതിന് മുന്നേ ട്രിപ്പ് പോകുമ്പോഴേ ഞങ്ങള് വായി നോക്കുന്നത് എന്ത് പറഞ്ഞിട്ടാ അറിയോ? സുബിക്ക് പെണ്ണ് നോക്കുകയാണ്. ഏതെങ്കിലും പെണ്ണിനാട്ടാ എടാ നോക്കുന്നത് സുബിക്ക് മാച്ചാവോ, സുബിക്ക് മാച്ചാവോ. ആ ധൈര്യത്തിലല്ലോ നോക്കണേ. ഇല്ല, അങ്ങനെ കണ്ടിരുന്നെങ്കിൽ ഞങ്ങള് പറയല്ലത് വേണ്ട. എനിക്ക് ഇപ്പോഴാണ് ഒരു സമാധാനം ആയത് സുബിയ. അനക്കും കിട്ടിയത് ഇങ്ങനത്തെ ഒന്നുമല്ലേ? സൗണ്ട് വിട്ടോ കേട്ടാ മതിയല്ലോ. അല്ല, എന്റെ സൗണ്ട് വിട്ടിട്ട് എന്നാൽ കേട്ടാ മതിയെന്ന് പറഞ്ഞത് തെറ്റിയ. എനിക്ക് വിശക്കണോ? ഫസ്റ്റിനൊക്കെ വിശക്കുണ്ടല്ലേ? വിശക്കണതിന് ഇപ്പൊ ചെയ്യാൻ പറ്റും ഒറ്റ നല്ലൊരു കാര്യം എന്താ അറിയോ? ഇപ്പൊ തിരൂര് സംഭവം ഉണ്ട്. എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിക്കാൻ. കാര്യായിട്ട് പറയാ വരിക. ഒരു ആടാൻ പറ്റിയ പാട്ടിട്. ഞാൻ ആടി തുടങ്ങിട്ടോ. അടിക്കോ ഏതാ പാട്ട്? പാടും മോനെ.
തുടങ്ങിയാലല്ല ചാട്ടം നിൽക്കൂല. ഞാനെ കാണണം. വിശന്നിട്ട് പണ്ടാറടങ്ങി ഓരോരുത്തർ ഇവിടെ സൈഡായാലും തുടങ്ങിയാണ്. ഒരു ചായ വാങ്ങി തരുന്നില്ല, എന്താ ചെയ്യാ? ഈ വണ്ടി അവിടെ ചായക്കട കണ്ട അപ്പച്ചോട്ടി ഇത് പറയാ തിരൂർന്ന് വരച്ചിലടങ്ങിയത് കോഴിക്കോട് കോഴിക്കോട് എത്താനായി. നല്ലൊരു ചായക്കട കാണണ്ടേ? അതെ, ഇഷ്ടപ്പെട്ട ഒരു ചായക്കട. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ഷഹസാദി. അതെ അതെ, ഒരു പോത്തും കുട്ടിയും. ഗൈസ്, അപ്പൊ നമ്മള് ചായ കുടിക്കാനും വേണ്ടിട്ട് കോഴിക്കോട് ബൈപ്പാസിലുള്ളൊരു ചായ കുടിക്കാനും വേണ്ടി നിർത്തി. എല്ലാരും വിശപ്പടഞ്ഞ് ഫസ്റ്റിന് അവിടെ മൂന്നാമത്തെ ട്രിപ്പ് എടുക്കാൻ പോയിട്ടുണ്ട്. 2 തിന്ന് കഴിഞ്ഞ് ഈ മൂന്നാമത്തെ. അതെന്താ കഴിച്ചു? എന്തൊക്കെ കഴിച്ചു? ഞാന് കട്ട്ലേറ്റ് കഴിച്ച്, സാൻഡ്വിച്ച് കഴിച്ച്, എന്തായാലും പറയാ. ഫസ്റ്റ് എന്തൊക്കെ കഴിച്ചു? എന്താ കഴിച്ചേ? 3 കട്ട്ലൈറ്റ്, ക്യാമറ ഇങ്ങനെ 4 സാൻഡ്വിച്ച്. ഇതാണ് അതിന്റെ ബ്യൂട്ടി. ഗൈസ്, അപ്പോ ഫസ്നാന്റെ നിർബന്ധം മൂലം ഞങ്ങളിത് ഹൈലൈറ്റ് മാളിലേക്ക് കയറണം. അവള് ഹൈലൈറ്റ് മാള് കണ്ടിട്ടില്ല എത്ര. പാർക്കിങ് കിട്ടാതെ ഞങ്ങളിങ്ങനെ അലഞ്ഞിട്ട് പിന്നെ അമ്മയിക്കൂല. വിർച്വൽ റിയാലിറ്റി എക്സ്പീരിയൻസ് ആയിട്ട് കൊണ്ടുപോകും. ചെയ്യാൻ വേണ്ടി ഷെയ്മോളെ അതിനെ കൊല്ലാൻ കൊണ്ടുപോകും. ഒരാൾക്കാണ് പ്രേരണ പറഞ്ഞത്. ആരാ? റിയാക്ഷനൊക്കെ അയ്യോ പൈസ കൊടുക്കണ്ടോ? ഇതെന്താ സാധനം? ബസ് റഫല്ലോ കൊതിയോടെ കാത്തിരിക്കുന്നു. ഗൈസ്, ഞങ്ങളുടെ കൂടെ വന്ന കുട്ടി മിസ്സിംഗ് ആണ്. അവള് പോയിട്ട് അവിടെ കംപ്ലൈന്റ് ചെയ്യും. എന്റെ കൂടെ വന്നു പേരെ കാണാനില്ല. ഞങ്ങളെ കൂടെ വന്ന ആള് മിസ്സിംഗ് ആണ്. ഭർത്താവിന് ഒരു ഇതില്ല. ഭർത്താവ് ജ്യൂസ് ഇടിച്ചിരിക്കുന്നു. മധുരം കുറച്ച് എന്നാലും കുഴപ്പമില്ല. എടോ, എന്റെ പെണ്ണുങ്ങളെ കാണാനില്ലടോ. ഇപ്പൊ ഒരു അനൗൺസ്മെന്റ് കേൾക്കാം. എന്റെ കൂടെ വന്ന 3 പേരെ കാണാനില്ല. ഫാൻസുകാരെ കൊണ്ട് പൊറുതി മുട്ടിയും എവിടെ തിരിഞ്ഞാലും നമ്മള് പോസ്റ്റ്. ഹൈലൈറ്റ് മാളിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങളിതാ കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ എന്തായാലും ബീച്ചൊന്ന് കാണണല്ലോ. അതാണല്ലോ. അതെ അതെ. അപ്പോ ബീച്ച് ലക്ഷ്യമാക്കി പോകുന്നു. ഡ്രൈവർ സ്പൾബർ, കോ ഡ്രൈവർ സ്പൾബി കിടന്നിറങ്ങുന്നു. എവിടെ ഒന്നാണ് നമ്മൾ ഫസ്റ്റ് നോക്ക്. നമ്മളൊന്നാണ്, എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാ. ഒന്നാണ് നമ്മൾ. ഗൈസ്, ഞങ്ങൾ കോഴിക്കോട് ബീച്ചിലെത്തിയിരിക്കുന്നു. കടന്നു വീണേന്. കാടമുട്ട ലവറാണിത്. എവിടെ പോയാലും കാടമുട്ട വേണം. കാടമുട്ട ലവർ. കോഴിക്കോട് വന്നത് കഴിച്ചിട്ടില്ലെങ്കിൽ നമ്മള് പറയണ്ടാവും. നല്ല സാധനമാണ്. മധുരം അവിടെ 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 അവിടെ
അധികം മധുരമില്ല. ഗൈസ് വീടെത്തുന്ന മുമ്പ് എല്ലാവർക്കും വയറിളക്കം പിടിക്കാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. ഒരാൾ ആക്രാന്തം മൂത്തിട്ട് മൂക്കിനുള്ളിൽ തേച്ച് ആ മുളക് പൊളി മസാല മൂക്ക് കൂടാണ് ഫസ്റ്റ് എന്താ ചുക്കാൻ നേരം പോവാ ഫസ്റ്റ് ആകെ അടി ഫസ്റ്റ് ചെയ്യുമ്പോൾ തമ്മിൽ എന്ത് അല്ല ആദ്യം ഞാൻ പൊട്ടിക്കാം പിന്നെ എനിക്ക് പൊട്ടിച്ചാൽ മതി കേട്ടാ കേട്ടാ എന്ത് വാങ്ങിക്കോ അത് എല്ലാവർക്കും ഉള്ളല്ലോ അതിൽ പകുതി കൊടുത്ത പകുതി കൊടുത്ത കരയണത് അടി ഉണ്ടാക്കരുത് കൊടുക്ക് മത്സരിച്ചെറിയുന്നു അവരടി ഗൈസ് ചെറിയ കുട്ടികളെ കൂടെയാണ് ഞങ്ങൾ എത്തിയത്. അയ്യോ ഇതിനുള്ളിൽ ഒന്നും ഇല്ലല്ലോ. പലതരം കുട്ടികളെ കണ്ടിട്ടുണ്ട്. നോക്കി ഇത്രയും ഗതികെട്ടവന്മാര് വേറെ എത്ര ആരേലും ഉണ്ടാവും. അപ്പോ നമ്മുടെ ബീച്ചിൽ നിന്ന് നമ്മൾ ഇറങ്ങി. ഫസ്നതാത്ത ക്ഷീണിതയാണ്, ഷെയ്ക്കുന ക്ഷീണിതയാണ്. പക്ഷെ ഒരാൾ ഇവിടെ ഓണായിരിക്കുന്നുണ്ട്. അമ്പാനെ അതിന്റെ സ്വിച്ച് ഓഫ് ആയി. എന്താന്നറിയില്ല, ഭയങ്കര വിശപ്പ്. വീണ്ടും കയറി ഫുഡ് കഴിക്കാൻ. മാംഗോ പാഷൻ ഷസ്ലൂദ് ഷഹസാദിക്ക് നിനക്കെന്താ? മാംഗോ മഞ്ച്, ഫസ്ലൂദ, വെൽക്കം ബാക്ക് ടു ചാനൽ. ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ഞങ്ങൾ ഓർഡർ ആക്കിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. നീ എന്താ ഓർഡർ ആക്കിയത്? നാനോ ഞാൻ എന്തോ ഓർഡർ ആക്കി. ഫലൂദ കണ്ടുപിടിച്ചാരാ? അത് മുഗൾ എംപയറിന്റെ കാലം തൊട്ടേ ഉണ്ടായ ഒരു ഫുഡാണ്. കഥ കേൾക്ക്. നമ്മൾ ടിപ്പു സുൽത്താനാണ് ഫസ്റ്റ് ഫലൂദ ഉണ്ടാക്കിയത്. ടിപ്പു സുൽത്താനാ? യുദ്ധകാലങ്ങളിൽ അവർക്ക് ഭക്ഷണം പാചകം ചെയ്യാനുള്ള ഒരു സംവിധാനം ചെയ്തു. പാകം ചെയ്തു അന്ന് കിട്ടിയിരുന്ന പാലും പഴവും കൂടെ മിക്സ് ചെയ്തിട്ടാണ് മോഡിഫൈ ചെയ്തു. മൂപ്പര ചാനലിലുണ്ട്. ടിപ്പു സുൽത്താന്റെ ചാനലില് ഫലൂദ എങ്ങനെ ഉണ്ടാക്കുന്നത് മൂപ്പരുണ്ടാക്കി ട്യൂട്ടോറിയൽ മൂപ്പരുണ്ടാക്കി.
ലെവലിലുള്ളത് നോക്കി ഒരു അതെ ആ മെനു നോക്കിട്ടേ ഷോളിനനുസരിച്ചുള്ള മെനു നോക്കിട്ടേ മെനു നോക്കിട്ട് വലിയ പേര് ഓർഡർ ചെയ്തതാ. ഞങ്ങള് കോഴിക്കോട് എത്തിയപ്പോ ഞങ്ങൾക്കൊരു മെസ്സേജ് ഇൻസ്റ്റയിൽ മെസ്സേജ് വന്നു, ഞങ്ങളെ കാണാൻ ആഗ്രഹമുണ്ട്, ഇങ്ങോട്ട് വരുമോ എന്ന് വെച്ചിട്ട് ഒരു കുട്ടി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിനെ കാണാനും വേണ്ടിയിട്ട് പോവുകയാണ്. നോക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, കോഴിക്കോട് ഉണ്ടെങ്കിൽ ഒന്ന് കാണാൻ വരാം, നല്ല ആഗ്രഹമുണ്ട് കാണാനെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങളെ കുട്ടീനെ പോയി കണ്ടു. അവർക്ക് ഭയങ്കര സന്തോഷമായി. ഞങ്ങൾക്കൊരു ഗിഫ്റ്റ് എല്ലാം തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാ, കണ്ടതിൽ സന്തോഷം. ഇനിയും എവിടെയെങ്കിലും വെച്ച് ആരെങ്കിലും ഒക്കെ കാണാം ഇൻഷാ അല്ലാഹ്. ഞങ്ങള് കോഴിക്കോട് യാത്ര വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഷഹസാദി ഒരു ബൈ പറയൂ. കഴിഞ്ഞിട്ട് ഞങ്ങളെ ഡാൻസ് ഉണ്ട്. ഒരാളിവിടെ ഓണായി, ഒരാളിവിടെ ഓഫായി.